ജ്ഞാനായ യാക്കോബായ സഭയിൽ തർക്കം തുടരുകയാണ്. പാത്രിയാർക്കീസിനെതിരെ നിലപാടെടുത്ത മെത്രാൻ വിഭാഗത്തിന് പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന് എതിർവിഭാഗം ആരോപിക്കുന്നു. പാത്രിയാർക്കീസിന് ആത്മീയ കാര്യങ്ങളിൽ മാത്രമേ അധികാരമുള്ളൂ എന്നാണ് മെത്രാൻ അനുകൂലികളുടെ ഇപ്പോഴത്തെ നിലപാട്. സഹായ മെത്രാപ്പോലിത്തന്മാർ ഞങ്ങളുടെ ഔദ്യോഗിക ഒരു ചടങ്ങുകളിലും അവരെ വിളിക്കണ്ട എന്നും അവർ പള്ളികളിലോട്ട് കൽപ്പന അയക്കുകയാണെങ്കിൽ ഇവിടുത്തെ അനുവാദമില്ലാതെ അയക്കാൻ സാധ്യമല്ലെന്നും തീരുമാനമെടുത്തിട്ടുണ്ട്. കാരണം ഇത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു സഭയുടെ ഒരു സമൂഹത്തിന് അടിത്തറ തോണ്ടുന്ന തീരുമാനങ്ങളാണ്. ഇപ്പം ഞങ്ങൾ ഓർത്തഡോക്സ് ഭരണഘടനയോട് ചേരുക. കാരണം ഓർത്തഡോക്സ് ഭരണഘടനയിൽ പറയുന്നത് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയ്ക്ക് ആത്മീയ അധികാരമാണ്, ഞങ്ങളുടെ ഭരണഘടനയിൽ പറയുന്നത് പരമാധികാരമാണ്. ഈ പരമാധികാരം എടുത്ത് ആത്മീയ അധികാരമാക്കിയാൽ ഈ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപോലായി. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. ശ്രീനാഥ് ചന്ദ്രനെ അറിയിക്കുന്നു, പൂനെക്കടുത്ത് ഉജിനി ഡാമിൽ ബോട്ട് മുങ്ങി കാണാതായ ആളുകൾക്കായിട്ട് തെരച്ചിൽ തുടരുകയാണ്. 6 പേർക്ക് വേണ്ടിയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നതെന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ്റെ അറിയിപ്പിൽ പറയുന്നത്. NDRFിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ. നേരത്തെ പറഞ്ഞ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ ഒരു തർക്കം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിരിക്കുന്നത്. കാരണം ഇന്നലെ ചേർന്ന ജ്ഞാനായ യാക്കോബായ അസോസിയേഷൻ പാത്രിയാർക്കീസുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് വെട്ടിക്കുറയ്ക്കുന്ന രീതിയിലുള്ള ചില നിലപാടുകളാണ് എടുത്തത്. ഒപ്പം തന്നെ സഹായ മെത്രാന്മാരുടെ അധികാരങ്ങളും പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊണ്ട്. പക്ഷേ ഈ അസോസിയേഷൻ്റെ തീരുമാനത്തിന് അംഗീകാരം നൽകേണ്ടത് മെത്രാനാണ്. പക്ഷേ മെത്രാനെ നിലവിൽ ഈ പാത്രിയാർക്കീസ് ബാവ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇതിന് വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ ഇനി അറിയേണ്ട കാര്യങ്ങളാണ്. എതിർവിഭാഗം ഉന്നയിക്കുന്ന ഒരു കാര്യവും ഇതുതന്നെയാണ്. എന്തായാലും ഈ അസോസിയേഷൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ മുൻസിഫ് കോടതിയിലെ തീരുമാനം വരണമെന്നുള്ള ഒരു ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ആ തർക്കം രൂക്ഷമായിരിക്കുകയാണ്. എന്തായാലും ഇനി ഒന്നിച്ച് മുന്നോട്ട് ജ്ഞാനായ യാക്കോബായ സഭയിലെ ഈ ഇരു വിഭാഗങ്ങളും മുന്നോട്ട് പോകില്ല. ഒരു വിഭാഗം അന്ത്യോക്യ സിംഹാസനത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും പാത്രിയാർക്കീസിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ തയ്യാറല്ല. പാത്രിയാർക്കീസിനെ അംഗീകരിക്കുന്നവരാണ് എതിർ വിഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓർത്തഡോക്സ് യാക്കോബായ തർക്കം പോലെ തന്നെ ഇത് 2ആയി ഈ ഒരു തർക്കം ഈ ജ്ഞാനായ യാക്കോബായ സഭയ്ക്കുള്ളിലും ഈ തർക്കം രൂക്ഷമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.